മാത്സ് ചോദ്യങ്ങളിൽ ബീജഗണിതം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കൊരു ബീജഗണിത രൂപത്തിലുള്ള ചോദ്യം നോക്കാം. രാജുവിന്റെ അമ്മയുടെ പ്രായം രാജുവിന്റെ പ്രായത്തിന് 9 മടങ്ങാണ്. 9 വർഷം കഴിയുമ്പോൾ ഇത് 3 മടങ്ങായി മാറും. രാജുവിന്റെ ഇപ്പോഴത്തെ പ്രായം എത്രയാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കുക? എക്സ് ഉപയോഗിച്ച രാജുവിന്റെ പ്രായമാണല്ലോ ഇവിടെ ചെറുതിന് നമ്മൾ എപ്പോഴും എക്സ് എന്ന് കൊടുക്കുക. അപ്പൊ രാജുവിന്റെ പ്രായം എന്ന് പറഞ്ഞാൽ എക്സ്. അങ്ങനെയാണെങ്കിൽ അമ്മയുടെ പ്രായം എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. രാജുവിന്റെ അമ്മയുടെ പ്രായം രാജുവിന്റെ പ്രായത്തിന് 9 മടങ്ങ്. 9 മടങ്ങെന്ന് പറയുമ്പോൾ മടങ്ങെന്ന് പറഞ്ഞാൽ 9 എക്സ് ആണ്. ഗുണിക്കുവാണ് ചെയ്യേണ്ടത്. 9 പ്ലസ് എക്സ് അല്ല ചെയ്യേണ്ടത്. അപ്പൊ അമ്മയുടെ പ്രായം 9 എക്സ് ആണ്. ഇനി അത് ഇപ്പോൾ ഉള്ള കണ്ടീഷനിലാണ് പറഞ്ഞിരിക്കുന്നത്. ഓർക്കണം, രാജുവിന്റെ ഇപ്പോഴത്തെ പ്രായമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് 9 വർഷം കഴിയുമ്പോൾ ഉള്ള കേസാണ്. ആഫ്റ്റർ 9 ഇയേഴ്സ്. ആഫ്റ്റർ 9 ഇയേഴ്സ് എന്ന് പറയുമ്പം എന്താകും? രാജുവിന്റെ പ്രായം അമ്മയുടെ പ്രായം തമ്മിൽ 3 മടങ്ങിന്റെ വ്യത്യാസമാണ്. അതായത് 9 വർഷം കഴിയുമ്പോഴുള്ള രാജുവിന്റെ പ്രായം 9 വർഷം കഴിയുമ്പോഴുള്ള അമ്മയുടെ പ്രായം തമ്മിലുള്ള റിലേഷൻ ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആഫ്റ്റർ 9 ഇയേഴ്സ് രാജുവിന്റെ പ്രായം എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് ഇപ്പൊ എക്സ് ആണെങ്കിൽ 9 വർഷം കഴിയുമ്പോൾ എക്സ് പ്ലസ് 9 ആണ്. എക്സ് പ്ലസ് 9. അമ്മയുടെ പ്രായം എന്തായിരിക്കും അന്നേരം? അമ്മയുടെ പ്രായം എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള 9 എക്സിന്റെ കൂടത്തില് വീണ്ടും ഒരു 9 കൂടെ കൂട്ടിയതാണ് അമ്മയുടെ പ്രായം. അപ്പൊ നമ്മൾ ഇവരുടെ പ്രായം എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് ഇവരുടെ റിലേഷൻ എഴുതാൻ പാടുള്ളൂ. അതായത് 9 വർഷം കഴിയുമ്പോൾ ഇനി ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? അമ്മയുടെ പ്രായം രാജുവിന്റെ പ്രായത്തിന്റെ 3 മടങ്ങാണ്. അതായത് അമ്മയുടെ പ്രായമായ 9 എക്സ് പ്ലസ് 9 എന്ന് പറയുന്നത് എന്താണ്? രാജുവിന്റെ പ്രായമായ എക്സ് പ്ലസ് 9ന്റെ 3 മടങ്ങാണ്. അതായത് 3 ഗുണം എക്സ് പ്ലസ് 9 ആണ് വരുന്നത്. ഇതാണ് നമുക്ക് വേണ്ട ഇക്വേഷൻ. ഇനി എക്സ് നമ്മൾ ഇതിനകത്തുനിന്ന് കണ്ടുപിടിച്ചാൽ മാത്രം മതി. അപ്പൊ ഇനി എന്ത് വരും? 9 എക്സ് പ്ലസ് 9 അതുപോലെ തന്നെ എഴുതി. ഈ 3 എന്ന് പറയുന്നത് ഈ രണ്ടെണ്ണത്തിനും ബാധകമാണ്. അപ്പൊ 3 ഗുണം എക്സ് ചെയ്യുക. 3 എക്സ് പ്ലസ് 3 ഗുണം 9 27. ഇനി നോക്കിയാൽ എക്സിനെല്ലാം ഒരു സൈഡിലും നമ്പേഴ്സിനെല്ലാം ഒരു സൈഡിലും ആക്കുക. 9 എക്സ് ഇവിടെയാണ്. 9 എക്സ് അതുപോലെ തന്നെ എഴുതുക. അതിനുശേഷം ഈ സൈഡിൽ നിന്ന് 3 എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. സമത്തിന് ഇപ്പുറത്ത് വരുമ്പോൾ അത് -3 എക്സ് ആകും. -3 എക്സ് ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഇവിടെ വരുമ്പോൾ മൈനസ് ആകും. സമം. ഇനി ഇവിടെ നമ്പർ ഈ സൈഡിൽ കൊണ്ടുവരുമ്പോൾ ഇവിടെ കിടക്കുന്ന നമ്പർ ആദ്യം എഴുതിയതിനു ശേഷം മാത്രം ഇവിടെ അങ്ങോട്ട് നമ്പേഴ്സിനെ കൊണ്ടുപോകുക. ഇവിടെ +9 എന്നുള്ളത് സമത്തിന് അപ്പുറത്ത് പോകുമ്പോൾ -9 ആകും. ഇനി 9 എക്സിന് 3 എക്സ് പോയാൽ നമുക്ക് എന്ത് കിട്ടും? 6 എക്സ് കിട്ടും. ഇനി 27ന്ന് 9 പോയാൽ നമുക്ക് എന്ത് കിട്ടും? 18 കിട്ടും. അപ്പം 6x = 18 എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ ഒരു എക്സ് എത്ര ആയിരിക്കും? 18 ഭാഗം ഈ 6 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഇത് കിട്ടും 3 ഉത്തരം കിട്ടും. എക്സ് ആണ് നമുക്ക് 3 കിട്ടിയത്. എക്സ് എന്ന് പറയുന്നത് രാജുവിന്റെ ഇപ്പോഴത്തെ പ്രായമാണ്. അതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 3 ആണ് ഇവിടുത്തെ ഉത്തരം.